സ്നേഹമുള്ളവരെ, നമ്മുടെ നാട്ടിൽ SAR 4-ാം തീയതി മുതൽ ഈ മാസം നടപ്പിലാക്കാൻ പോകുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആശങ്കയോടെ നമ്മളുടെ ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങി. പ്രവാസികളും നാട്ടിലുള്ള ആളുകളും ഒക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട, ജാഗ്രത മതി. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. BLO മാർക്കും BLA മാർക്കും ബൂത്ത് ലെവൽ ഓഫീസർമാരോടും ബൂത്ത് ലെവൽ ഏജന്റുമാരോടും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഏജന്റുമാരുടെയും യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. ഒരു ഫോം നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. ആ ഫോം വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചിട്ട് വെക്കുക. ആ ഫോം കൃത്യമായി സൂക്ഷിച്ച് വായിച്ച് ഫില്ലപ്പ് ചെയ്യുക, അത് പൂരിപ്പിച്ച് നൽകുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫോട്ടോ ഒന്ന് പാസ്പോർട്ട് സൈസ് കരുതി വെക്കേണ്ടതാണ്. അത് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് നൽകുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇത് ഈ ഫോമിൽ കേൾക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി നൽകുക. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ. പല സമയങ്ങളിൽ നമുക്ക് പെട്ട ഒരു കാര്യമാണ്, ആളുകൾ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗത്തിലില്ലാത്ത നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് സർക്കാർ ആവശ്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിൽ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. കാരണം അവർക്ക് തിരിച്ചെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അത് അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് മൊബൈൽ നമ്പർ കൊടുക്കുന്നത്. മാതാപിതാവിൻ്റെ പേരും അതേപോലെ നമ്മളുടെ മാതാവിൻ്റെ പിതാവിൻ്റെ IPK നമ്പറും നമ്മളെ IPK നമ്പറും ഒക്കെ അതിൽ ചോദിക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നത് അവസാനം SAR വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ. അതായത് 2002 അവസാനമായി വോട്ടർ പട്ടികയിൽ SAR നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2025 ഞാൻ 35 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ആ 35 വയസ്സ് കഴിഞ്ഞ എനിക്ക് 2002 വോട്ടില്ല. ആ 2002 ആർക്കാണ് വോട്ടുള്ളത്? എൻ്റെ മാതാപിതാക്കൾക്കാണ്. ഞാൻ അവരുടെ വിശദാംശങ്ങൾ കൊടുക്കണം. 2002 വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ, ആ സമയത്തെ വോട്ടർ ലിസ്റ്റ് നിങ്ങൾക്ക് എന്നെ പോലുള്ള ജനപ്രതിനിധികളെയോ രാഷ്ട്രീയക്കാരെയോ ബന്ധപ്പെട്ട നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റ് കിട്ടും. അവർ കൃത്യമായി ഏത് ബൂത്ത് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ IPK നമ്പർ ആ സമയത്ത് തരും. അല്ലാത്ത ആളുകൾ നിങ്ങളുടെ ബാപ്പയുടെയോ ഉമ്മയുടെ IPK നമ്പർ കൊടുത്ത് അത് ഫില്ലപ്പ് ചെയ്യുക. പിന്നെ വലിയൊരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലേക്ക് മറ്റു നാടുകളിൽ നിന്നും കുടി പാർക്കാൻ വേണ്ടി വന്ന ആളുകൾ, താമസിക്കാൻ വന്ന ആളുകൾ, കല്യാണം കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ നാട്ടിലെ ബൂത്തും നിങ്ങളുടെ നാട്ടിലെ നിയമസഭാ മണ്ഡലം അറിഞ്ഞാൽ മതി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ജാഗ്രതയാണ് വേണ്ടത്, കരുതലാണ് വേണ്ടത്, ഭയമല്ല വേണ്ടത്. പ്രവാസികളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ ഫോം നിങ്ങളുടെ വീട്ടിൽ കൊടുക്കും. ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോം കൊടുക്കും. ആ ഫോം കൊടുത്താൽ നിങ്ങളെ വീട്ടുകാർക്ക് തന്നെ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് അവർക്ക് അത് ഒപ്പിട്ട് നൽകാവുന്നതാണ്. നിങ്ങൾ വേണമെന്നില്ല. അപ്പോൾ എല്ലാ ആളുകളും പരമാവധി ഈ അവസരം ഉപയോഗിക്കുക. അതുപോലെ എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാകുക. ഒരു തരത്തിലും ആശങ്ക വേണ്ട, ജാഗ്രത മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ പോലുള്ള ജനപ്രതിനിധികളെയോ രാഷ്ട്രീയക്കാരോ പരിസരത്തുള്ള ആളുകളെ ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകും എന്നും കൂടി സന്ദേശം നൽകാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാ ആളുകളും ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.